എൻ്റെ ഹസ്ബൻഡ് മധുക്ക് കുറേ അഡിക്റ്റ് ആയിരുന്നു. അത് കാരണം അവർക്ക് കുറച്ച് പേടി പോലും ഓടണോ അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. നമ്മൾ എവിടെ കൊണ്ടുപോകണമെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ അമൃത സുരഭി ഹോസ്പിറ്റൽ ഇതിനു മുമ്പ് ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. അത് കാരണം പുള്ളിക്ക് നല്ല അസുഖമൊക്കെ ഭേദമായി. അത് കാരണം ഇവിടെ തന്നെ കൊണ്ടുവരാമെന്ന് ഓർത്തിട്ട് ഇവിടെ കൊണ്ടുവന്നു അമൃത സുരഭിയിൽ. ഇവിടെ കൊണ്ടുവന്ന് 3 ദിവസം കഴിഞ്ഞപ്പോഴും ആ പ്രശ്നം കുറച്ച് കൂടിയായിരുന്നു. അപ്പോൾ കൂടിയപ്പോൾ എനിക്ക് ഇവിടെ പോകണമെന്ന ചിന്തയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ മേഡം പറഞ്ഞു 3 ദിവസത്തിലായി, എന്തായാലും അവർക്ക് അസുഖം ഭേദമാവും, നിങ്ങൾ ഇവിടെ പോകണ്ട, ഒരു 3 ദിവസം കൂടി നോക്കിക്കൊണ്ട്. അവർ പറഞ്ഞതുപോലെ 6 ദിവസം ആകുമ്പോൾ അവർക്ക് നല്ല അസുഖമൊക്കെ ഭേദമായി ഉറങ്ങാൻ തുടങ്ങി. 7ാമത്തെ ദിവസം ആകുമ്പോൾ നല്ല ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ അയാൾക്ക് ഒരു അസുഖവുമില്ല. പിന്നെ മഞ്ഞനോവും കൂടിയിരുന്നു. ഇപ്പം മഞ്ഞനോവൊക്കെ നല്ല മാറി, നല്ല ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പം നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ്. എല്ലാവരും നല്ലോണം നമ്മളെ കെയർ ചെയ്ത് നോക്കി. നല്ല അസുഖം ഭേദമായി നമ്മളിപ്പോൾ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ ഡോക്ടറാണെങ്കിലും അങ്ങനെ തന്നെ. സരിത മാം ആണെങ്കിലും നല്ലോണം നമ്മളെ നോക്കി. സരിത മാം ആണെങ്കിലും അത് സാറ്, അവരെ ഹസ്ബൻഡ്, പിന്നെ ആ പെരിയ ഡോക്ടർ, അവർ നമ്മളെ നല്ലോണം നോക്കി. പക്ഷേ ഇവിടെ ഉള്ള പിള്ളേരും ഭക്ഷണമാണെങ്കിൽ ചോദിക്കുന്നത് പോലെ കൊണ്ടുവരും, വെള്ളം ചോദിച്ചാലും കൊണ്ടുവരും. പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുമ്പോഴും നല്ലവണ്ണം അവർ കെയർ ചെയ്ത് നോക്കിയത് കാരണം തന്നെ ഇത്രയും പെട്ടെന്ന് ഒരു 8 ദിവസത്തിലായി നല്ല നോർമലായി അവർ ഇത്രയും തുടങ്ങിയത്.